എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. 2.5 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് 1150 സ്ക്വയർ ഫീറ്റ് വീട്. എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം ഭാഗമാണ്. ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 600-700 മീറ്റർ ഉള്ളിലോട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ടാണ് ഈ വീട് വരുന്നത്. ഇതിൽ നമുക്കൊരു കാർ വന്ന് ആൾട്ടോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് പോലത്തെ വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഈ സൈക്കിൾ നിൽക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വലിയ വലുപ്പമില്ലാത്ത ചെറിയ കാറൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവിടെ വരികയാണെങ്കിൽ 1-2 ബൈക്കും നിർത്താം. ഇതിനകത്ത് 2.5 സെൻറ്റ് സ്ഥലമാണ്. വീടിൻ്റെ പഴക്കമാണെങ്കിൽ വെറും 6 മാസത്തെ പഴക്കം മാത്രം. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ഈ 6 മാസം പഴക്കമുള്ള വീട് കൊടുക്കുന്നത് എന്ന്. ഇതിൻ്റെ ഉടമസ്ഥൻ പ്രവാസിയായിരിക്കുന്ന സമയത്ത്, ഗൾഫ് പ്രവാസിയായിരിക്കുന്ന സമയത്തായിരുന്നു ഈ വീടിൻ്റെ നിർമ്മാണവും പണി പൂർത്തിയായതും. അപ്പോൾ അദ്ദേഹം അത് ഗൾഫ് നിർത്തി നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ, എന്തെങ്കിലും ഒരു ജോലി തേടണം. അതുമായി ബന്ധപ്പെട്ടിട്ട് കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടുള്ള കഞ്ചിക്കോട് ഭാഗത്ത് ഒരു സംരംഭം ആരംഭിച്ചു. അപ്പോൾ അവിടെ നിന്നും ഈ വടക്കഞ്ചേരി ഭാഗത്തേക്ക് ഡെയിലി വന്നുപോക്ക്, അതായത് വരവും പോക്കും ഒക്കെ യാത്ര കുറച്ച് ദൂരമായതുകൊണ്ട് അവിടെ ഒരു വീട് ഇദ്ദേഹം വാങ്ങി. അതുകൊണ്ട് ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ വീട് 2.5 സെൻറ്റ് സ്ഥലത്ത് 1150 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അത് ഒന്ന് താഴെ അറ്റാച്ച്ഡ്, പിന്നെ നമുക്ക് മുകളിൽ 2 ബെഡ്റൂം, അതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം സൗകര്യമാണ് ഉള്ളത് കേട്ടോ. നല്ല വീടാണ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കണം. കാരണം നമ്മളിനിയിപ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ ഇതുപോലുള്ളൊരു രീതിക്ക് ഒരു വീട് സ്വന്തമായി പണിയാമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില, ഈ 2.5 സെൻറ്റ് സ്ഥലവും 1150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് 32 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരാം, കാരണം പുതിയ വീടാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ വീടിൻ്റെ ബെഡ്റൂമുകളിലായിക്കോട്ടെ, അതിൽ എന്തുണ്ട് മോഡുലാർ കിച്ചൺ, ഇതൊക്കെ നല്ലതുപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. നല്ല സൗകര്യത്തോടു കൂടെ ഒരു ചെറിയ ഫാമിലിക്ക് സ്ഥലം നമുക്കൊരു 2.5 സെൻറ്റ് ആണെങ്കിലും 1150 സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാവുന്ന രീതിക്കാണ് ഇതിൻ്റെ ഡിസൈനും പണിയും കാര്യങ്ങളൊക്കെ. ഹൈവേയിലേക്ക് ഞാൻ പറഞ്ഞു ഒരു മാക്സിമം ഒരു 600-700 മീറ്റർ ദൂരം മാത്രമുള്ളത് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ. ആരാധനാലയങ്ങളും അതുപോലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അധികം ദൂരവും ഇല്ല. എല്ലാ ആൾക്കാരുടെയും ആരാധനാലയങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇത് അഞ്ചുമൂർത്തി മംഗലം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഏകദേശം മിഡിലായിട്ട് വരും. ഇത് നമുക്ക് കണ്ടത് അടുക്കളയിലെ ഈ ഭാഗത്ത് ഒരു വിറകടുപ്പ് കത്തിക്കാനുള്ള രീതിക്ക് ആലുവ പുകയില്ലാത്തൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടമസ്ഥൻ ചോദിച്ച വില 32 ലക്ഷം രൂപയാണ്. ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരാം, അത് അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത്. നമുക്കിനിപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഇതൊരു ഈ ഒരു ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ള, നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലെയൊക്കെ നടന്ന് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താവുന്ന രീതിക്ക് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഡെയിലി വീട്ടിലേക്ക് വരവും പോക്കൊന്നും ആവാത്തത് കൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം വീട് പണിത് കൊടുക്കുന്ന ആൾക്കാരുടെ വീടല്ല, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം നല്ല രീതിക്ക് ഉണ്ടോ സ്റ്റെയറൊക്കെ അതിലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ഗ്ലാസ്സൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ട്, കാരണം കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചിലവായ പൈസ മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ, ലാഭം ഒന്നും ചോദിക്കുന്നില്ല. ഇവിടെ ഈ ഒരു കയറുന്ന ഭാഗത്തൊക്കെ ഗ്ലാസ്സൊക്കെ ഫൈബർ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല സുരക്ഷിതത്വത്തോടു കൂടെ തന്നെയായിട്ടാണ് പണി. എന്തെങ്കിലും തട്ടിക്കൂട്ട് പണികൾ ചെയ്തിട്ടുള്ളതല്ല. വാതിലുകളായിക്കോട്ടെ, കട്ടിള ജനലുകളൊക്കെ ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിക്ക് തന്നെ പണിതിട്ടുള്ളൊരു വീടാണ്. ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് 2 ബെഡ്റൂം വരുന്നത് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട്. വീടിൻ്റെ ഏറ്റവും മുകളിൽ, അതിലും പുതിയ വീടാണെങ്കിൽ പോലും അതിലും കൂടെ കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടെ തന്നെ ഡ്രസ്സ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ തുണി ഉണങ്ങാനിടുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതിലേക്ക് ഞാൻ മുകളിലേക്ക് പോകാം, ആ വീഡിയോ നമുക്ക് കാണാം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെയും ഇതുപോലെ ഇങ്ങനെ
ഒരു അലമാര വാൾ ഡോറൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗത്താണ്, ഒറ്റപ്പെട്ട ഭാഗത്തല്ല വീടുള്ളത്. അപ്പോൾ ഇവിടെ 1 സെൻറ്റ് സ്ഥലത്തിന് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വില. അത് നമുക്ക് ഇവിടെ വന്ന് അന്വേഷിച്ച് ഈ പരിസര ഭാഗങ്ങളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലത്തിനും ഈ വീടിന് ചിലവായ പൈസയും കൂടെയാണ് അദ്ദേഹം ഈ 32 ലക്ഷം രൂപ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ മുകളിൽ കണ്ടു, ഇനി തൊട്ടപ്പുറം ഒരു ബെഡ്റൂമും കൂടെ. അതിനിപ്പോൾ ഇതിന് രണ്ടിനും കൂടെ നമുക്ക് കോമൺ ആയിട്ടുമാണ് ഒരു ബാത്റൂം സൗകര്യം മുകളിലുള്ളത് കേട്ടോ. ആണ് ഇവിടെ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് തന്നെ 2 ബെഡ്റൂമിൻ്റെ മിഡിലായിട്ട് ഒരു കോമൺ ബാത്റൂം സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് ഈ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതാണ് ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിൾ. അപ്പോൾ നല്ല രീതിക്ക് തന്നെയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീട്. എല്ലാ റൂമുകളിലും നമുക്ക് അതിൻ്റെ ഒരു ചുമർ അലമാര സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ പുറകുവശം ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ്, അതിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ കുടിവെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് പഞ്ചായത്തിൻ്റെ കണക്ഷനാണുള്ളത്. അതായത് രാവിലെ ഒരു 6 മണിക്ക് മുതൽ ഒരു 10 മണി വരെ വെള്ളം വരും. അത് ഇവിടെ താഴത്ത് തന്നെ വലിയൊരു ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്നാണ് ഒരു HP മോട്ടറിൽ നേരെ മുകളിലേക്ക്, ഏറ്റവും മുകളിലേക്ക് വെള്ളം കയറ്റുന്നത്. വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല. വെള്ളം ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നൊരു ഭാഗമാണ്. ഈ വെള്ളം കൊണ്ട് തന്നെ, ഈ പൈപ്പ് ലൈൻ കണക്ഷനുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ പണികളൊക്കെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗമാണെന്ന് സാരം. കേട്ടോ, ഇതിന് മുകളിലൊക്കെ റൂഫ് ചെയ്തിരിക്കുന്നു. നല്ലതുപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയ വീടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഒരു വണ്ടിയൊക്കെ സുഖമായി ഒന്ന് പാർക്ക് ചെയ്തിട്ടുള്ളതാണെന്നാണ് ഇവർ പറഞ്ഞത്. ഈ മുറ്റത്ത് ഒരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ആൾട്ടോ പോലത്തെ വണ്ടിയൊക്കെ. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.